കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും, അങ്ങോട്ട് ബഹുമാനം കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. പക്ഷേ ഇതിന് തുടക്കം കുറിക്കേണ്ടത് ആണുങ്ങളാണ് സ്നേഹിക്കാൻ തുടങ്ങേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ പെണ്ണുങ്ങളാണ് ബഹുമാനിക്കാനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഈ കാര്യങ്ങൾ ചെയ്യണം, ഗീവ് ആൻഡ് ടേക്ക് അഡ്മോണിഷൻ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസിന്റെ ലേഖനത്തിലെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചു, ബഹുമാനിച്ചിരുന്നു. അപ്പം തിരിച്ചും ആ സ്നേഹം അബ്രഹാമിന് അങ്ങോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ കീഴടങ്ങുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ പോലെ വൺ വേ ട്രാഫിക് ആണെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിങ്ങൾക്കൊരു വാക്യം പറഞ്ഞു തന്നായിരുന്നു, 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ. അതിൻ്റെ മുകളിലൊരു 21-ാം വാക്യമുണ്ട് കേട്ടോ. ആ 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീനെന്നാണ്. മനസ്സിലായോ? അവൻ ആരെയും കീഴ്പ്പെടുത്താൻ പോകണ്ട, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ഇത് രണ്ടുപേരും കൂടെ ജീവിച്ച് തുടങ്ങുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണ്. കൊടുക്കേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കണമെന്നർത്ഥം. ഹസ്ബൻഡ് എന്നുള്ള പദം തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിരിക്കുന്നത് ഹൗസ് ബാൻഡ്. റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ടോ? റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. എന്താ റബ്ബർ ബാൻഡിൻ്റെ ജോലി? ബൈൻഡിങ് സംതിങ്. വലിച്ചു നീട്ടുക എന്നൊരാൾ പറയുന്നത്. വലിച്ചു നീട്ടണ്ട കേട്ടോ, ബൈൻഡിങ്. സാധനങ്ങളെ ബൈൻഡ് ചെയ്യുന്ന സാധനമാണ്, കെട്ടി ഉറപ്പുള്ളതാക്കുന്നതാണ്. അപ്പോൾ ഹൗസ് ബാൻഡ് ഹസ്ബൻഡിൻ്റെ ജോലി എന്താ? കുടുംബ ഭദ്രത, അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്, അതിനെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കുന്നതാണ് ഹസ്ബൻഡിൻ്റെ ദൗത്യം. വൈഫ് എന്നുള്ളത് വീവർ എന്നുള്ള പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഷീ വീവ്സ് ദ ജോയ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ദ ഹോം. വീടിൻ്റെ സന്തോഷവും വീടിൻ്റെ അനുഗ്രഹങ്ങളും നെയ്തെടുക്കുന്നത് ഭാര്യയാണ്. അതുകൊണ്ടാണ് സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? സദൃശവാക്യം 31-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുരുഷന്മാരുടെ കയ്യിലാണ് ആത്മീയ നേതൃത്വം ദൈവം തന്നിരിക്കുന്നത്, സ്ത്രീകളുടെ കയ്യിലാണ് ഭൗതിക നേതൃത്വം തന്നിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഐശ്വര്യം, അതുകൊണ്ടാണ് സ്ത്രീ വീടിൻ്റെ വിളക്കാണെന്നൊക്കെ പറയുന്നത്. അവരാണ് വീടിൻ്റെ ഭൗതിക ഐശ്വര്യം. അതുപോലെ തന്നെ ആത്മീയ നേതൃത്വം ക്രിസ്തുവും സഭയും പോലുള്ളത് പോലെയാണ് ഈ ബന്ധം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അറിയാൻ പാടില്ലാത്തവരെ പിന്നീട് പഠിച്ചുകൊള്ളുക. ക്രിസ്തുവും സഭയും, സഭയുടെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ആത്മീയ ഉത്തരവാദിത്വം കൂടുതലാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാര്യമാർക്ക് ഭൗതിക ഉത്തരവാദിത്വം അതുകൊണ്ടാണ് അവർ കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും തുണി അലക്കുന്നതും. ഭർത്താക്കന്മാർ ഇപ്പോൾ അലക്കുന്നുണ്ട്, അലക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കഞ്ഞി വെക്കുന്ന പണ്ട് കയറുകയല്ലായിരുന്നു, ഇപ്പോൾ കയറുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പറയാൻ സമയമില്ല. എനിവേ, പക്ഷേ ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ് കാണിക്കുന്നത് ഇത് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഭാഷയ്ക്കുമൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മളൊരു കല്യാണം വിളിച്ചു എന്ന് വിചാരിക്കും ആരെങ്കിലും. അപ്പോൾ സഹോദരിമാർ പറയും, അച്ചായ എനിക്ക് ഇടാനൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സാരിയും വീട്ടിലില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പുതിയതൊന്നുമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പുതിയ സാരി വേണം കേട്ടോ എന്നാണ്. ആണുങ്ങൾ എടി കല്യാണത്തിന് പോകാനായിട്ട് എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നറിയോ? എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണമെന്നല്ല, അലക്കി തേച്ചൊന്നും ഇല്ലെന്നാണ്. ആം ഐ റൈറ്റ്? കല്യാണത്തിന് ആരാ കൂടുതൽ സാരി മേടിക്കുന്നത്? പെണ്ണുങ്ങളാ, ആണുങ്ങളല്ല. ആണുങ്ങൾക്ക് ഉള്ളതൊരെണ്ണം അലക്കി വൃത്തിയായിട്ട് കിട്ടിയാൽ മതി. പെണ്ണുങ്ങൾക്ക് പുതിയത് തന്നെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഭാഷയുടെ വ്യത്യാസമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പം സ്ത്രീകൾ ഒരു പ്രശ്നവും പറഞ്ഞുകൊണ്ട് വരും. പ്രശ്നം പറയാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പറയും, അതിത്രേ ഉള്ളൂ, അതിനേക്കാൾ നല്ല സൊല്യൂഷൻ അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? അവരെന്തിനാ ഇത് പറയാൻ വന്നറിയോ? നിങ്ങളൊന്ന് കേൾക്കാൻ. അതുകൊണ്ടാണ് ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറവാൻ. നമുക്ക് പ്രശ്നം വേഗം പരിഹരിച്ച് ഇവരെ പറഞ്ഞു വിടണം എന്ന് നമുക്ക് വേറെ പരിപാടിയുണ്ട് ആണുങ്ങൾക്ക്. അതാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേ നമ്മൾ എടി അത് ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളെന്ന് അവർക്കും അറിയാം. അവരുടെ ഇതിനേക്കാൾ നല്ല ഉത്തരം ഉണ്ട്, ചോദിച്ചു നോക്കല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ പറഞ്ഞതിനേക്കാൾ നല്ല ഉത്തരം 3 അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, നിങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഉണ്ടായ പ്രശ്നം നിങ്ങളോടൊന്ന് പറയുക, ഒരു 10 മിനിറ്റ് ഒന്ന് കേൾക്കാൻ നമുക്ക് നേരമില്ല. ഞാൻ പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇങ്ങനെ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് ചിലരൊക്കെ തലകുലുക്കുന്നുണ്ട്. ശരിയാണോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇതെല്ലാം കേട്ടതിന് ശേഷം എടി ഇത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉത്തരം എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ, അല്ല ഇങ്ങനെയും കൂടെ ഒരു വശമുണ്ടെന്ന് അവരിങ്ങോട്ട് പറയും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെയാ കുടുംബജീവിതം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ടെക്സ്ചർ ഡിഫറൻസ് തന്നെയുണ്ട്, ചിന്താഗതിക്ക് വ്യത്യാസമുണ്ട്, ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം വേദപുസ്തകത്തിലും ഉണ്ട്. മനസ്സിലായി? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വേദപുസ്തകത്തിലുണ്ട്. അത് വായിച്ചാൽ, വേദപുസ്തകത്തിൽ കുടുംബജീവിതം നയിച്ച ആളുകളെ നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഞാൻ ഒരു ചെറിയ കഥയും കൂടെ പറയാം. കല്യാണം കഴിഞ്ഞ്
ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞപ്പം ഭർത്താവിന് ഭയങ്കര പരാതി, ഇവക്കൊരു ചായ പോലും ഇടാൻ അറിയാൻ പാടില്ല. മിക്കവാറും ഭർത്താക്കന്മാരുടെ പരാതി ആയിരിക്കും. കല്യാണം കഴിച്ചത് ചായ കുടിക്കാൻ വേണ്ടി അല്ല, ചായ കടയിലും കിട്ടും, വേറെ അമ്മ ഇട്ടാലും കിട്ടും, പക്ഷേ പരാതിയാണ് ഇവക്കൊരു ചായ ഇടാൻ പോലും അറിയാൻ പാടില്ല. ഒരു ദിവസം ഇപ്പം ഗ്യാസിന് ഷോർട്ടേജ് അല്ലേ, ഒരു ദിവസം ഗ്യാസ് തീർന്നു പോയപ്പോൾ ഈ പുള്ളിക്കാരി കുറേ കടലാസും ചൂട്ടും ഒക്കെ പെറുക്കി വെച്ച് ഒരു ചായ തിളപ്പിച്ചു. ചൂട്ട് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ആരും പിള്ളേരൊന്നും അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ചൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓല ചൂട്ട് വെച്ച് ചായ തിളപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു പുകച്ചൊവയുണ്ടാവും. അന്ന് ചായ കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാ, ഇന്ന് നീ ചായ ഇടാൻ പഠിച്ചല്ലോ. സംഭവം മനസ്സിലായോ? ഇങ്ങേരുടെ വീട്ടിൽ അമ്മ എന്നും കടലാസും ചൂട്ടും വെച്ച് പുകച്ചായിരുന്നു ചായ കൊടുത്തോണ്ടിരുന്നത്. കല്യാണം കഴിച്ചപ്പോഴാണ് ഗ്യാസ് മേടിച്ചത്. അപ്പോൾ ചായ ഇടാൻ അറിയാൻ പാടില്ല, ഭയങ്കര പരാതിയാ. അപ്പോൾ ഭാര്യയ്ക്ക് അപ്പോഴാ, ഇത്രയേ ഉള്ളോ, നാളെ തൊട്ട് ഞാൻ നല്ല ചായ തന്നേക്കാന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായോ? ഇതൊക്കെയാണ് കുടുംബജീവിതത്തെ തകർക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ചെറിയ കുറുക്കന്മാരാണ് ഇതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചപ്പോൾ ഒച്ച കേട്ടു, ചായക്ക് പുക ചവയ്ക്കുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. പൂച്ച അതിലേക്കൂടെ വന്നു. ഇതൊക്കെ മതി കുടുംബം തകരാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. പിന്നെ കല്യാണം കഴിക്കുന്നതോടുകൂടിയാണല്ലോ കുടുംബം ഉണ്ടാകുന്നത്. കുടുംബം കുറച്ചങ്ങ് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് മക്കളുണ്ടാകും. മക്കളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരുടെയും താല്പര്യം ആരുടെ പറയുക? മക്കളുടെ പറയുക. കുറച്ചൊക്കെ വേറെ കുറേ ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭാര്യയെ ശരിക്കും ബഹുമാനിക്കുന്നില്ല, അതുകൊണ്ട് ജോലി സ്ഥലത്ത് ബഹുമാനം കിട്ടുക. അപ്പോൾ ഭാര്യയും ഒരു വാശിക്കാവും, അവരും ജോലി സ്ഥലത്ത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഈ തരുണത്തിൽ പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പ്രസംഗത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതായത് അപ്പനും അമ്മയും മക്കളും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യം കല്യാണം കഴിച്ച സമയത്ത് ഈച്ച് ഫോർ ദി അതർ ആൻഡ് ബോത്ത് ഫോർ ഗോഡ്. മക്കളോടായി കഴിയുമ്പം ഈച്ച് ഫോർ ദി അതർ ആൻഡ് ദി 3 or 4. 2 മക്കളാണെങ്കിൽ 4, ഒരാളാണെങ്കിൽ 3 ഫോർ ഗോഡ് എന്ന് നമ്മൾ വിചാരിക്കണം. പിള്ളേരും നമ്മളും എല്ലാം ഒരുമിച്ചുള്ളൊരു. അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ ആവശ്യമായിരിക്കുന്ന സ്ഥാനം കുടുംബജീവിതത്തിൽ നൽകണം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കളോടുള്ള ബന്ധത്തിൽ ഓർത്തിരിക്കേണ്ട 3 ഇംഗ്ലീഷ് പദങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാം. സ്റ്റേ, പ്ലേ, പ്രേ. Parents should stay with the family. They must play with the family and pray with the family. എല്ലാം പിടികിട്ടിയോ? അതായത് ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചാൽ ഒരുമിച്ച് ജീവിക്കണം, താമസിക്കണം. സ്റ്റേ ടുഗദർ. മനസ്സിലായോ? ഒരാൾ ഗൾഫിലും ഒരാൾ ഇവിടെ ആയാൽ പ്രോബ്ലം ഓട്ടോമാറ്റിക്കാണെന്ന് മനസ്സിലായോ? കഴിവതും പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ പരസ്പര സമ്മതത്തോടെ അല്ലാതെ പിരിഞ്ഞിരിക്കരുതെന്നാണ്. സോ സ്റ്റേ ടുഗദർ. മക്കൾ വീട്ടിലുണ്ടെങ്കിൽ കുറേ സമയം അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. മക്കൾ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ വർക്കഹോളിക്സാണ്, എപ്പോഴും ജോലി, ബാങ്കിലാണ് ജോലി, രാത്രി 10 മണിക്കാണ് വരുന്നത്. ഭർത്താവ് വരുമ്പോഴത്തേക്ക് 12 മണിയാവും. ഞാൻ കോളേജ് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. അവിടെ പല വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ 4 മണിക്ക് കോളേജ് വിട്ടാൽ വീട്ടിൽ പോവുകയില്ല. എന്താ കാരണം? അവർ ചോദിക്കുന്നത് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ആരുമില്ല, ഞങ്ങൾ താക്കോൽ അവിടെ ഇരിപ്പുണ്ട്, താക്കോൽ എടുത്തിട്ട് വീട് കാണാനോ? അപ്പനും അമ്മയും വരുമ്പം 10 മണിയാവും. എന്നാൽ പിന്നെ അപ്പം പോയാൽ പോരെ? മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് പാർക്കിലിരിക്കും, തിയേറ്ററിൽ പോയി സിനിമ കാണും, പിന്നെ ചെയ്യാവുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, വഷളാവും. അവസാനം എപ്പോഴെങ്കിലും വീട്ടിൽ കയറി വരും. അപ്പനും അമ്മയും വന്നു, അവർക്ക് വേറെ തിരക്കുകളുണ്ട്, അവരവരുടെ ലോകത്തിലാണ്. കുടുംബജീവിതം തകർന്നു പോയാൽ ആരെയാണ് കുറ്റം പറയുന്നത്? അതുകൊണ്ട് കുട്ടികളും ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേ ടുഗദർ, പ്ലേ ടുഗദർ. മനസ്സിലായോ? സ്റ്റേ ടുഗദർ, പ്ലേ ടുഗദർ. ഈ സ്റ്റേ ടുഗദർ എന്നുള്ളതിന് ഒരു പയ്യൻ്റെ കഥ ഞാൻ ഈയിടെ വായിക്കാനിടയായി. അവന് അപ്പനെ ഒന്ന് കണ്ടുകിട്ടി കുറച്ച് സമയം അപ്പൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പനെ എപ്പോഴും ജോലി. അപ്പോൾ ഒരു ദിവസം ഈ പയ്യൻ അപ്പനോട് ചോദിച്ചു, അപ്പച്ചൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യന് പോക്കറ്റ് മണിയായിട്ട് പലരും കൊടുത്ത പൈസ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അത് എണ്ണി നോക്കിയപ്പോൾ 50 രൂപയുണ്ട്. അപ്പോൾ പറഞ്ഞു, അപ്പച്ചൻ ഒരു 50 രൂപ കടം തരാമോ, ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പന് 50 രൂപ നത്തിങ്, 50 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന 50 രൂപയും ഈ 50 രൂപയും കൂടെ കൂടിയപ്പോൾ എത്ര രൂപയായി? 100 രൂപയായി. ഇപ്പോൾ എത്ര മണിക്കൂറിനുള്ള കാശുണ്ട്? 1 മണിക്കൂറിന്. അപ്പോൾ ഈ കാശ് അപ്പൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ക്യാൻ ഐ ബൈ 1 hour ഫ്രം യു? ഐ വോണ്ട് യു ഹിയർ, ഐ വോണ്ട് ടു പ്ലേ വിത്ത് യു. ഹിയർ ഈസ് 100 rupees, ടേക്ക് ഇറ്റ്, ഗീവ് മീ 1 hour. കഥ മനസ്സിലായോ? 100 രൂപ ഉണ്ടാക്കി അപ്പൻ്റെ നേരെ നീട്ടിയിട്ട് മകൻ പറയുകയാണ്, 1 മണിക്കൂർ പണിയെടുത്താൽ 100 രൂപ കിട്ടും, ഇതേ പിടിച്ചോ 100 രൂപ, എൻ്റെ കൂടെ 1 മണിക്കൂർ നീ കളിക്കണം, സമയം ചെലവഴിക്കണം. കഥയുടെ സാരാംശം മനസ്സിലായോ? യു മസ്റ്റ് സ്പെൻഡ് ടൈം വിത്ത് യുവർ ചിൽഡ്രൻ, വിത്ത് യുവർ വൈഫ്, വിത്ത് യുവർ ഹസ്ബൻഡ്. സ്റ്റേ ടുഗദർ, പ്ലേ ടുഗദർ. മസിൽ പിടിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്.
മനസ്സിലായോ? ഭയങ്കര ബലം പിടിച്ച് ചിരിച്ചാൽ എൻ്റെ അഭിമാനം മുഴുവൻ പൊഴിഞ്ഞ് ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് വിചാരിച്ച് പിള്ളേരുടെ കൂടെ കളിക്കത്തില്ല, എപ്പോഴും ഗൗരവമാണ്. വന്ന ഉടനെ മുറി അടച്ച് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ലാപ്ടോപ്പ് തുറന്നു വെച്ച് ദേ ആർ ഇൻ അനദർ വേൾഡ്. പിള്ളേർ വന്ന ഭാര്യയെ വിളിക്കും, ഇവനെ ഒന്ന് പിടിച്ചോണ്ട് പോയേ. യു ഷുഡ് പ്ലേ വിത്ത് ദം. അവരോട് കളിക്കണം, അവരുടെ കൂടെ താമസിക്കണം. അത് മാത്രം പോരാ, പ്രേ വിത്ത് ദം, അവരുടെ കൂടെ പ്രാർത്ഥിക്കണം. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ, അല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ 3 പദങ്ങൾ ഓർത്തിരിക്കണേ. എന്തൊക്കെയാണ് 3 പദങ്ങൾ? സ്റ്റേ, പ്ലേ, പ്രേ. ഇതൊരു മന്ത്രമാണ്. ഇതിങ്ങനെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കുടുംബജീവിതം വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് കളിക്കണം, ഒരുമിച്ച് ആഹാരം കഴിക്കണം, ഒരുമിച്ച് സംസാരിക്കണം, ഒരുമിച്ച് ചിരിക്കണം, ഒരുമിച്ച് ഉല്ലസിക്കണം. ഓരോരുത്തർക്കും ഓരോ ലോകമല്ല. അതായത് നേരത്തെ പറഞ്ഞ ഇമോഷണലി ഡൈവോഴ്സ്ഡ് കുടുംബങ്ങളിൽ വീട്ടിൽ കയറിയാൽ ഓരോരുത്തരും അവരവരുടെ ലോകത്തിലാണ്. അവരവരുടെ മുറിയിൽ കയറി കഥ അടച്ചു, ഒരാൾ വന്ന് കഴിച്ചു പോയി, മറ്റേ ആൾ വന്ന് കഴിച്ചു അയാളും പോയി. മനസ്സിലായോ? പാത്രം അടുക്കളയിൽ ഇട്ടേക്കും, വേറൊരാൾ വന്ന് പാത്രം കഴുകി. ഇങ്ങനത്തെ കുടുംബങ്ങളുണ്ട്, ഇല്ലേ? ഇഷ്ടംപോലെ കുടുംബങ്ങളുണ്ട്. അങ്ങനെ പോരാ. സ്റ്റേ ടുഗദർ, പ്ലേ ടുഗദർ, പ്രേ ടുഗദർ, മൂവ് ടുഗദർ, വർക്ക് ടുഗദർ, അല്ലേ? ഇങ്ങനെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മളുടെ കുടുംബജീവിതം ശരിയാ. ഇതെല്ലാം കണ്ടാണ് നമ്മളുടെ മക്കൾ വരുന്ന തലമുറ പഠിക്കുന്നത്. നമ്മൾ പിള്ളേരോട് പഠിക്കടാ, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, ഒരു കാര്യമില്ല. വാല്യൂസ് ആർ കോട്ട്, ദേ ആർ നോട്ട് ടോട്ട്. മൂല്യങ്ങൾ കണ്ടു പഠിക്കുന്നതാണ്, പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല. വാല്യൂസ് ആർ കോട്ട്, CAUGHT, കണ്ടു പഠിക്കുന്നതാണ്, നോട്ട് ടോട്ട്. വാ കൊണ്ട് പറഞ്ഞു പഠിക്കുന്നതല്ല. പഠിക്കടാ, പഠിക്കടാ, എഴുന്നേക്കടാ, കിടക്കടാ, ചെയ്യടാ, ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നീ ഒന്ന് എഴുന്നേറ്റ് കാണിച്ച് പ്രാർത്ഥിക്കടാ. നീ പ്രാർത്ഥിക്കുന്നപ്പോഴേലും മക്കൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവരും വായിക്കും, കണ്ടിട്ടില്ലെങ്കിൽ അവർ വായിക്കത്തില്ല. സോ വാല്യൂസ് ആർ കോട്ട്. നല്ല കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നതാണ് കൂടുതലും വീട്ടിൽ, ആണോ? അല്ലാതെ കേട്ട് പഠിക്കുന്നതല്ല. നമ്മൾ കേട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് കുടുംബജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇനിയാണ് എൻ്റെ പ്രസംഗത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രശ്നം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. മനസ്സിലായോ? പ്രശ്നം മനസ്സിലായല്ലോ. എന്നാൽ ഇനി സൊല്യൂഷൻ. നമ്മളുടെ കുടുംബജീവിതങ്ങൾ വിജയകരമായി തീരുവാൻ 4 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് ഇതെല്ലാം F വെച്ചാണ് തുടങ്ങുന്നത്. F വെച്ചുള്ള 4 പദങ്ങൾ ഞാൻ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 1, ഫ്രണ്ട്ലിനെസ് ഓർ ഫ്രണ്ട്ഷിപ്പ്. 2, ഫെയ്ത്ത്ഫുൾനെസ്. ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. മലയാളം അറിയാവുന്ന ആളുകൾക്ക് സൗഹൃദം അല്ലെങ്കിൽ സ്നേഹം എന്ന് എഴുതിക്കൂ. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ്. 2, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, സത്യസന്ധത, ഫിഡലിറ്റി എന്നൊക്കെ പറയും. ഫെയ്ത്ത്ഫുൾനെസ്. 3, ഫോർഗീവ്നെസ്, ക്ഷമാശീലം. 4, ഫെലോഷിപ്പ്, കൂട്ടായ്മ. അപ്പോൾ 4 കാര്യങ്ങൾ മനസ്സിലായോ? 4 പദങ്ങൾ പരിചയപ്പെട്ടോ? എന്തൊക്കെയാണ്? ഫ്രണ്ട്ലിനെസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഫോർഗീവ്നെസ്, ഫെലോഷിപ്പ്. ഇത് 4 കാണാൻ പഠിക്കണം കേട്ടോ. കാണാൻ പഠിച്ചാലും കുടുംബജീവിതം വിജയിക്കുകയല്ല, ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്ലിനെസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഫോർഗീവ്നെസ്, ഫെലോഷിപ്പ്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത ഒരു 10 മിനിറ്റ് വീതം ചിന്തിച്ചാൽ എൻ്റെ പ്രസംഗം തീരും. മനസ്സിലായോ? പ്രസംഗം തീരുമെന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയാക്കാം. 1, ഫ്രണ്ട്ലിനെസ്, സൗഹൃദം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മസ്റ്റ് ബി ഫ്രണ്ട്സ് എന്നൊരാൾ പറയുന്നുണ്ട് ഇവിടെ. ഞാൻ പറയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മസ്റ്റ് ബി ഗുഡ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പദം കൂടെ വേണമെങ്കിൽ ചേർക്കാം, ആഡ്ജക്റ്റീവും കൂടെ ചേർക്കാം. അവരായിരിക്കണം ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. ഹസ്ബൻഡും വൈഫും ആയിരിക്കണം ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളാരും ചോദിക്കുന്നില്ല, ഞാൻ ചോദിച്ചേക്കാം. അങ്ങനെ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. മലാഖി പ്രവചനം, ഈ വാക്യം വായിക്കണം. മലാഖി പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നുകൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. അവൾ നിന്റെ കൂട്ടാളി, ഷീ ഈസ് യുവർ കമ്പാനിയൻ. മനസ്സിലായോ? ബൈബിൾ പറയുന്നു ഷീ ഈസ് യുവർ കമ്പാനിയൻ. അവൾ നിന്റെ കൂട്ടാളിയാണ്, നിന്റെ കൂട്ടുകാരിയാണെന്ന്. അവൾ നിന്റെ, അപ്പൊ നിങ്ങൾ പറയാല്ല ഭാര്യ സാറേ എന്ന്. ഭാര്യയാണ്, പക്ഷെ ഭാര്യയെ ആരായിട്ട് കൂടി കാണണം? ഫ്രണ്ട്.
ഫ്രണ്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു സ്നേഹം ഉണ്ടാകുമല്ലോ അല്ലേ? അവിടല്ലേ സ്നേഹം തുടങ്ങുന്നത്. ഫ്രണ്ട്ഷിപ്പ്. അവൾ നിന്റെ കൂട്ടാളി. എന്തുകൊണ്ടാ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ടാണ് ദൈവം തക്ക തുണയായിട്ട് സ്ത്രീയെ ഉണ്ട്. ആണോ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഏകനായിരുന്നാൽ ഈ ഫ്രണ്ട്ഷിപ്പ് നടക്കത്തില്ല. അതുകൊണ്ടാണ് തക്ക തുണയായിട്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തത്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ഏകാകികളെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുന്ന ഒറ്റയാന്മാരാ പല ആളുകളും. പലരും വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ഒറ്റയാന്മാരാ. മനസ്സിലായോ? ഒറ്റയാൻ കുടുംബ ജീവിതത്തിൽ വിജയിക്കാൻ വിഷമം. അതുകൊണ്ട് ഒറ്റയാന്മാരെന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്? ഏകാകികൾ എന്ത് ചെയ്യണം? കുടുംബത്തിൽ വസിക്കണം. സൗഹൃദം പഠിക്കണം. അവർ ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കണം. അവള് നിന്റെ കൂട്ടാളിയാണ്, നിന്റെ കമ്പാനിയനാണ്. നിന്റെ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടാളി എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ കൂടെ നടക്കാനായിട്ട് ദൈവം തന്നതാണെന്ന്. നിന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു. ഏദൻ തോട്ടത്തിലേക്ക് പോയാൽ നിന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു. നിനക്കൊരു ഗാഠനിദ്ര വരുത്തിയിട്ട് വാരിയല്ലുകളിൽ ഒന്നിനെ എടുത്തിട്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. എന്തിനാ? നിന്റെ കൂടെ നടക്കാനായിട്ട്, അല്ലേ? ഷി വാസ് ടേക്കൻ ഫ്രം യുവർ റിബ് ഫോർ വാട്ട്? ടു വാക്ക് ഓൺ യുവർ സൈഡ് എന്ന് ഞാൻ പറയും. നിന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തന്നത് എന്തിനാ? നിന്റെ കൂടെ കൊണ്ടു നടക്കുന്നതിനായിട്ടാണ്, സൗഹൃദം പങ്കിടുന്നതിനായിട്ടാണ്, സ്നേഹിക്കുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്യണം. നമ്മൾ ഉത്തമഗീതം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രേമം മരണം പോലെ ബലമുള്ളതും അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. പ്രേമം, സ്നേഹം, സ്നേഹബന്ധമെന്ന് പറയുന്നത് മരണം പോലെ ബലമുള്ളത് എന്ന് പറഞ്ഞാൽ നിശ്ചയമുള്ളത്. മരിക്കുകയല്ലേ, ജനിച്ചവരെല്ലാവരും മരിക്കും. അതുപോലെ നിശ്ചയമുള്ള ഒരു സാധനമാണ് സ്നേഹം. അതുകൊണ്ട് അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും, ഒരു ഡിവൈൻ ഫ്ലേവറാണതിന്, ഒരു ദൈവിക ജ്വാലയാണ്, ദൈവിക ഫയറാണത്. ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുത്തുവാൻ കഴിയുകയില്ല, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല. അതുകൊണ്ട് പ്രേമം ബിഫോറോ ആഫ്റ്ററോ എപ്പോഴെങ്കിലും വേണ്ടേ? മാരേജ് അല്ലേ? ചിലര്, ഞാൻ നേരത്തെ പൂച്ചയുടെ കഥ പറഞ്ഞപ്പം നേരത്തെ പ്രേമിച്ചവർ പിന്നെ പിരിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏതാ നല്ല സ്നേഹം? മുമ്പേ ഉള്ള സ്നേഹമാണോ പിമ്പേ ഉള്ള സ്നേഹമാണോ? ലവ് ബിഫോർ മാരേജ് ഓർ ആഫ്റ്റർ മാരേജ്? ലവ് ആഫ്റ്റർ മാരേജ്. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം? പ്രേമം വേണം, പ്രേമവിവാഹം അല്ലെങ്കിൽ സ്നേഹം വേണം. അത് മുമ്പോട്ട് തുടർന്ന് പോകണം. ഈ സ്നേഹിതന്മാർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലവ് ഈസ് ബ്ലൈൻഡ്. സ്നേഹത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇവനെ ഈ പെണ്ണിനെയാണോ കെട്ടിയത്, അല്ലെങ്കിൽ ഈ ചെറുക്കനെ ഇവനെ എവിടെ കൊണ്ട് നോക്കിയിട്ടാണ് കെട്ടിയത്? ആർക്കറിയാം? ഇറ്റ് ഈസ് ബ്ലൈൻഡ്. ആളെ കണ്ടപ്പം എവിടമോ ഇഷ്ടപ്പെട്ടു പോയി. പുറമാണോ അകമാണോ എന്നറിയാൻ പാടില്ല. അതിപ്പോൾ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറാതെ. കാര്യം മനസ്സിലായില്ലേ? എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ലവ് ഈസ് ബ്ലൈൻഡ്. സ്നേഹം കുറ്റങ്ങളല്ല നോക്കുന്നത്, സ്നേഹം പെർഫെക്ഷൻ അല്ല നോക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്ന ആള് എങ്ങനെയൊക്കെ ഇരിക്കുന്നു, കുറ്റം എന്താ, കുറവെന്താ, ഇവൻ ഏതെല്ലാം കാര്യത്തിൽ തെറ്റ് ചെയ്തു, ഇത് നോക്കിക്കൊണ്ടല്ല സ്നേഹം ഇരിക്കുന്നത്. സ്നേഹം എന്ത് ചെയ്യുന്ന പറയുന്നത്? സ്നേഹം അന്ധമാണ്, അത് മുഴുവൻ സമയം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സദൃശ്യവാക്യം 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, പക വഴക്കുകൾക്ക് കാരണമാകുന്നു. പക, മനസ്സിലായി? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പക വെച്ചോണ്ടിരിക്കാം. പക വഴക്കുകൾക്ക് കാരണമാകുന്നു. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണം. പക വെച്ചോണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. പക വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ, നിങ്ങൾ കോപിച്ചാൽ, പകയുണ്ടായാൽ പാപം ചെയ്യരുത്. ഇത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തീർത്ത് അതിനാ വൈകിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. വൈകിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോഴേക്കും പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച്, ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. മറ്റേത് ആഹാരം കഴിച്ചു, ഇന്ന് പ്രാർത്ഥനയില്ല, കാരണം ഉള്ളിൽ പകയിരിക്കുകയാണ്. അവിടെ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക, പിണക്കം, കോപം, ക്രോധം, കൂറ്റാരം, ഇങ്ങനെ സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. അപ്പോൾ സ്നേഹവും സൗഹൃദവും ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്നേഹത്തെക്കുറിച്ചുള്ള കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്, സ്നേഹം എല്ലാം പൊറുക്കുന്നു, ദയ കാണിക്കുന്നു, അല്ലേ? ദോഷം കണക്കിടുന്നില്ല, ദോഷത്തിൻ്റെ കണക്ക് എഴുതി വെക്കുന്നില്ലെന്ന്. കണക്ക് പുസ്തകത്തിനകത്ത് നമുക്കെപ്പോഴും അതിൻ്റെ കണക്ക് പുസ്തകം ഉള്ളത്. അവൻ എന്തെല്ലാം ദോഷം ചെയ്തു, ദ്രോഹം ചെയ്തു, ഇത് എഴുതി വെച്ചോ, അതിൻ്റെ കണക്ക് നോക്കുന്നില്ല. അതുകൊണ്ട് സൗഹൃദവും സ്നേഹവും ഉണ്ടെങ്കിൽ
എല്ലാം വിട്ട് കളയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ആളുടെ കുറ്റവും കുറവും നോക്കിക്കൊണ്ടിരിക്കുകയല്ല. ഇവളെൻ്റെ ഭാര്യയാണ്, ഇവനെൻ്റെ ഭർത്താവാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്നേഹബന്ധം തുടർന്ന് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഡബിൾസ് അവർ ജോയ് ആൻഡ് ഡിവൈഡ്സ് അവർ സോറോ. ഫ്രണ്ട്ഷിപ്പ് ഡബിൾസ് അവർ ജോയ്. നമ്മൾ രണ്ടുപേരല്ലേ സ്നേഹം കൂടുന്നത്. അപ്പം നമ്മുടെ സന്തോഷത്തിന് ഇരട്ടിപ്പ്. രണ്ടുപേരും കൂടെ അല്ലേ ദുഃഖം പങ്കുവെക്കുന്നത്. അപ്പോൾ ദുഃഖം പകുതിയായി. നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ സന്തോഷം ഇരട്ടിയായി, ദുഃഖം പകുതിയായി. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുക. അങ്ങനെ ഉണ്ടോ? അതോ ഇതൊക്കെ അതിയാൻ ഉണ്ടാക്കിയത്, അതിയാൻ തന്നെ പരിഹരിച്ചോട്ടെ എന്ന് പറയുന്ന ഭാര്യയും, ഇതൊക്കെ അവൾ ഉണ്ടാക്കിയതാണ്, അവൾ നോക്കിക്കോട്ടെ എന്ന് പറയുന്ന ഭർത്താവ്. അങ്ങനല്ല. ഫ്രണ്ട്ഷിപ്പ് ഡബിൾസ് അവർ ജോയ് ആൻഡ് ഡിവൈഡ്സ് അവർ സോറോ. നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുവാൻ, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ ഇടയാകുമ്പോൾ അതിൻ്റെ ഭാരം കുറയും, ദുഃഖത്തിൻ്റെ ഭാരം കുറയും, സന്തോഷത്തിൻ്റെ ആക്കം കൂടും. അതിന് ഫ്രണ്ട്ഷിപ്പ് വേണം, സൗഹൃദം വേണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഈ സ്നേഹമെന്ന് പറയുന്നത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. വരുമോ? നോ, ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്, ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. യേശു അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അവരിങ്ങ് പോന്നു. അപ്പനും അമ്മയും അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാൽ മതിയോ? ഉണ്ടോ എന്ന് നോക്കണമായിരുന്നു, വേണ്ടേ? നമ്മൾ പലപ്പോഴും അങ്ങനെ കല്യാണം കഴിച്ചു, സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് പോയി. 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്